വിഷ്ണു എന്ന് വിളിക്കുന്നതിനേക്കാളും അനിയെന്നായിരിക്കും എല്ലാവരും ഇപ്പൊ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇപ്പൊ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്റെ ഇതറിയുള്ളൂ. ബാക്കിയുള്ള ഒരു പേര് എന്താന്ന് ചോദിക്കാറ് പോലും ഇല്ല. ചിലവര് പേര് ഇത് പറഞ്ഞു കഴിഞ്ഞാലും മറക്കും, വീണ്ടും അനിയൻ തന്നെ വിളിക്കുക. അപ്പൊ അത് വലിയൊരു സന്തോഷം. നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രായം കുറഞ്ഞ ആളുകളും ഫാൻസ് ആയിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അവരും ഇങ്ങനെ കമന്റ്സിലൂടെയും ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, ഡയറക്ട്ലി കോൺവെർസേഷൻ നടക്കുകയാണല്ലോ, കമന്റ്സിലൂടെയും പിന്നെ മെസ്സേജ് അയക്കാം. അങ്ങനെ ഒരുപാട് പേര് ശല്യം ചെയ്യാറുണ്ടോ? ഞാൻ മാക്സിമം എല്ലാവർക്കും പറ്റുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം റിപ്ലൈസ് കൊടുക്കാറുണ്ട്. പറഞ്ഞ പോലെ അവരുടെ അത് ഇത് മാത്രമല്ല, നമ്മൾ ഒരാളുടെ ലൈഫിൽ കുറച്ച് സമയം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ മെസ്സേജ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പോൾ മാക്സിമം അവർക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം എല്ലാവർക്കും ഇത് സംസാരിക്കാറുണ്ട്, അവരോട് ഇതാവാറുണ്ട്. പിന്നെ അവരോടും ചില ആൾക്കാർ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാറുണ്ട്. അത് ശരിയായില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അത് ഭയങ്കര പുതിയ അറിയാം. കാരണം പ്രേക്ഷകരുടെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത്, മറ്റേത് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ തിയേറ്റർ റെസ്പോൺസ് അറിയാൻ പറ്റും. ഇതെന്താ, മറ്റേത് അറിയില്ലല്ലോ, നമുക്ക് ഓരോ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതുപോലുള്ള വല്ല ഒക്കേഷൻസിലേക്ക് പോകുമ്പോഴാവും അവർ പറയും. അപ്പം ചിലർ നല്ല കൃത്യമായിട്ട് തന്നെ പറയും, മോശമാണെങ്കിൽ മോശമായി തന്നെ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കും അത് പിന്നീട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വലിയൊരു ഗുണമുണ്ട് അതിൽ നിന്നും.